Good morning dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ജനറേഷൻ ആൻഡ് 156 to 1963 ആണ് അല്ലേ. ഓരോ ജനറേഷനിലും നമുക്കറിയാം കമ്പ്യൂട്ടറിൽ ഓരോ ജനറേഷനിലും ഓരോരോ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ. പഴയ ജനറേഷനിലെ കമ്പ്യൂട്ടർ അല്ല ഇപ്പോഴത്തെ ജനറേഷനിൽ. പഴയ ജനറേഷനിൽ എന്തില്ല, നമുക്ക് കയ്യിൽ പിടിച്ച് സ്മാർട്ട് ഫോൺ പിടിച്ച് നടക്കുന്ന ഒരു സംഭവം ഇന്നില്ല. 56 നമുക്കില്ല അല്ലേ. നമുക്കറിയാം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 47-ലാണ്. നമുക്കറിയാം ബ്രിട്ടീഷ് ആണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. മീൻസ് ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ ആധിപത്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ ഏകദേശം സ്പ്രെഡായി, ഇംഗ്ലീഷ് സ്കൂളുകളൊക്കെ സ്പ്രെഡായി. അതിനുശേഷം അവരെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ നമ്മളവരെ തുരത്തി ഓടിച്ചു. നമ്മൾ ഫ്രീഡം സ്ട്രഗിൾ ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ഈ സ്വാതന്ത്ര്യം തന്നത് 47-ലാണ്. ഇവിടെ കിട്ടുന്നത് 1956-ലാണ് എന്ത് സെക്കൻഡ് ജനറേഷൻ തുടങ്ങുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഇവാലുവേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ജസ്റ്റ് മിസ് ആ ഒരു പോയിന്റ് വായിച്ചുതരാം. ഇവാലുവേഷൻ, അതായത് when introduced the first early 1940s, computer was very capacious and electronic device that needed bunches of people of handle of operate them. But with the passing of the time and evolution of technology and computer servers today are very today electronic. But with the passing of time and evolution of technology very astounding, we have gone through the complete ഓവർഹോൾഡിങ്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഇതൊരു ഭയങ്കരമായിട്ട് കൗതുകമുള്ളൊരു മേഖലയായിരുന്നു. കാരണം എല്ലാ ആളുകളും ഒരുമിച്ച് ഇതിലേക്ക് ഇടപഴകാനോ എല്ലാ മേഖലയും സ്പ്രെഡ് ആവാനോ പറ്റിയിട്ടില്ല. കാരണം അന്ന് അതായത് 56 ഇതിനൊരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ അതിനെപ്പറ്റി നോളജ് വേണം. ഇത് മൗസ് എന്താണ്, ഇനിയിപ്പോൾ ഡെസ്ക്ടോപ്പ്, ഡാറ്റ കളക്ഷൻ, ഗൂഗിൾ, അതിനെപ്പറ്റിയൊന്നും വല്ലാതെ ഒന്നും അറിവ് ഇന്നില്ല, 1956-ലില്ല. ഓക്കെ, അന്നത്തെ കാലഘട്ടം അതായത് ഇവല്യൂഷൻ എന്ന് പറയുന്നതിൽ പറയാം there are 6 apartment generations of computers and every generation of computer are well defined by technological development is growth. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് ആവുന്ന ഒരു സമയത്താണ് അല്ലേ. ആ ഒരു ഗ്രോത്ത് ആവുന്ന സമയത്താണ് 1956 to 1963 കാലഘട്ടത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സെക്കൻഡ് ജനറേഷൻ. ഈ ഒരു ജനറേഷനിൽ നമ്മൾ കമ്പ്യൂട്ടർ എത്രത്തോളം ആപ്റ്റ് അല്ല, കമ്പ്യൂട്ടർ വല്ലാതെ ആളുകളൊന്നും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഗൂഗിൾ എന്താണെന്നും സെർച്ച് ചെയ്യാനും ജസ്റ്റ് കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ്, അതായത് PC പേഴ്സണൽ കമ്പ്യൂട്ടർ, അതൊന്നും സ്വന്തമായിട്ട് പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടമല്ല. അതായത് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, അത് നമുക്കറിയാം ബ്രിട്ടീഷുകാരാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത് എന്നല്ല, നമ്മൾ ഫ്രീഡം സ്ട്രഗിൾ ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമുക്ക് മഹാത്മാഗാന്ധിനൊക്കെ ഈ സമയത്തൊന്ന് ഓർക്കാം, നമ്മുടെ ഫാദർ ഓഫ് നേഷൻ. അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യം 1947 ശേഷം 1956-ലാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ തുടങ്ങുന്നത് അല്ലേ. ഫസ്റ്റ് ജനറേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ആൻഡ് 1940 to 1950 ജസ്റ്റ് ഇവിടെ എഴുതാം. 1940 നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഇത് സ്റ്റാർട്ടിങ് 1940, ദെൻ 1956 ആണ്. 1940-ലാണ് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഫസ്റ്റ് ജനറേഷൻ നമുക്ക് തുടങ്ങുന്നത് അല്ലേ. 1940 to 56. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ വരുന്നത് 1940 to 56 ആണ്. അത് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് വാക്വം ട്യൂബ് ഫോർ മാഗ്നറ്റിക് ഡ്രംസ് ആൻഡ് മെമ്മറി അല്ലേ. വാക്വം ട്യൂബ് നിങ്ങൾക്ക് അറിയുമോ, നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും എന്താണ് വാക്വം ട്യൂബ്. But the size of first generation computers were very huge, taking up the space of almost an entire room. They were already costly to operate. The addition of used large amount of electricity. ആ സമയത്ത് എന്താ ലാർജ് എമൗണ്ട് ഓഫ് നമ്മുടെ വൈദ്യുതി കറണ്ട് ഉപയോഗിച്ചിട്ടായിരുന്നു ആ ഫസ്റ്റ് 1940 to 56 അവർ വാക്വം ട്യൂബ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രോണിക് മെഷീൻ വർക്ക് ചെയ്തത്. അതായത് മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വാക്വം ട്യൂബും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് അവർ ആ ഒരു മെഷീന് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട്. The way for costly to cooperate the addition and use a large amount of electricity, and this first generation computer replied on the cause of the first generation computers replied the machine of language which is most fundamental programming language can be understood by computers. Language അതായത് ടൈപ്പ് ചെയ്യല്ലേ, ടൈപ്പിംഗ് മെഷീൻ ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പണ്ട് ടൈപ്പ് ചെയ്യാം,
ടൈപ്പ് ചെയ്ത് ഓരോ ലാംഗ്വേജസിൽ ടൈപ്പ് ചെയ്ത് കയറ്റുക, അല്ലാതെ എന്തില്ല ടൈപ്പ് ചെയ്തിട്ട് ഇവർ സേവ് ചെയ്ത് വെക്കുന്ന ഒരു മെഷീൻ. ദ കമ്പ്യൂട്ടേഴ്സ് വേർ യൂസ്ഡ് സോൾവ് എനി സിംഗിൾ പ്രോബ്ലം അറ്റ് എ ടൈം ആൻഡ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രേസ് ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എറർ. ആ സമയത്ത് പ്രോഗ്രാമിംഗ് എറർ ഉണ്ടാവും. എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ അതൊന്ന് അതായത് അത് സോൾവ് ചെയ്യാൻ അല്ലേ, ആ ഒരു ടാസ്ക് സോൾവ് ചെയ്യുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അതിൽ പ്രോഗ്രാമിംഗ് ഒന്നും കറക്റ്റ് നടക്കാതെ, അതായത് ലാർജ് എന്താ പറയുക ഇലക്ട്രിസിറ്റി ഒക്കെ ലാർജ് എമൗണ്ടിലേക്ക് ഉപയോഗിച്ചാൽ മാത്രമേ അത് വർക്ക് ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത്. പ്രോഗ്രാമിംഗ് എറർ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു 1940 to 56 ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രേസ് ആൻഡ് കറക്റ്റ് ദ പ്രോഗ്രാമിംഗ് എറർ. ആൻഡ് ദ എക്സാമ്പിൾസ് ഓഫ് ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ UNIVAC. നിങ്ങൾ എക്സാമിന് ചോദിക്കുക, ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദ ഫസ്റ്റ് കമ്പ്യൂട്ടറിന് പേര് ദ യൂണിവേഴ്സൽ ഓഫ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഓക്കെ, computers are universal automatic computer UNIVAC. okay, an electronic numerical integrator and computer ENIAC ENIAC അല്ലേ, നമുക്കറിയാം യൂണിവാക് ആൻഡ് ENIAC എന്നീ കമ്പ്യൂട്ടറാണ് ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ആൻഡ് സെക്കൻഡ് ജനറേഷൻ നമ്മൾ പറയുന്നത് 56. ദ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് വാക്വം ട്യൂബ്. പിന്നെ എന്തായത് വാക്വം ട്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാക്വം ട്യൂബ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല പകരത്തിന് വാക്വം ട്യൂബിന് പകരം എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? ട്രാൻസിസ്റ്റേഴ്സ്. അതായത് 56 ഉപയോഗിച്ചതാണ് ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, the transistor was superior of the vacuum tubes and seen the made computers smaller, faster, cheaper and more energy efficient. അപ്പോഴേക്കും കൂടുതൽ എനർജി കപ്പാസിറ്റി ഉണ്ട്, എനർജി സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടി 56. ഇൻ ഡിഡിൻ റെക്കർ കംപ്ലീറ്റ് റൂം എനിമോർ അവർ ഇനവ്, അങ്ങനെ അത് കുറച്ചും കൂടി മെച്യൂരിറ്റി കിട്ടി. ദെൻ തേർഡ് ജനറേഷൻ 1964 to 71 എന്താ സംഭവിച്ചത്? The third generation of computers brought a significant change in the way of computing. This generation of computers was based on the use of integrated circuits which drastically increased the speed and efficiency of computer. As the result of computer became smaller in size. അതായത് തേർഡ് ജനറേഷൻ, അതായത് 64 to 71 ആയപ്പോഴേക്കും എന്തായി? തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ബ്രോട്ട് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ ദ വേ ഓഫ് കമ്പ്യൂട്ടിംഗ്. അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന രീതിയിൽ ഭയങ്കര പ്രധാനമായ ചില മാറ്റങ്ങൾ വന്നു. ദിസ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ വൈ ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വിച്ച് ഡയറക്ട്ലി സ്പീഡ് ഓഫ് എഫിഷ്യൻസി ഓഫ് കമ്പ്യൂട്ടർ. ആസ് എ റിസൾട്ട് കമ്പ്യൂട്ടർ ബിക്കം സ്മോളർ ഇൻ സൈസ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഏത് 64 to 71 നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഓരോ ജനറേഷനിലും എന്തായാലും എക്സാമിന് ചോദിക്കുക, ഓരോ ജനറേഷനിലായ മാറ്റങ്ങൾ അല്ലേ. ഫസ്റ്റ് കമ്പ്യൂട്ടർ ഏതായിരുന്നു, ഫസ്റ്റ് എന്തായിരുന്നു, വാക്വം ട്യൂബിന് പകരം പിന്നെ എന്തുപയോഗിച്ചു? ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? അവർ കുറച്ചും കൂടി കമ്പ്യൂട്ടർ എല്ലാവരും ഇമ്പോർട്ടൻസ് ഉപയോഗിക്കുന്നത് അത് എന്തായി മാറി? കുറച്ചുകൂടി സ്മോളറായി മാറി. ദ ഫോർത്ത് ജനറേഷൻ, തേർഡ് ജനറേഷനാണ് മിസ് വായിച്ചത്. തേർഡ് ജനറേഷൻ ഈസ് കമ്പ്യൂട്ടർ ത്രൂ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് അല്ലേ, ഭയങ്കര ചേഞ്ച്, എഫിഷ്യൻസി ടു കമ്പ്യൂട്ടർ. ആസ് എ റിസൾട്ട് കമ്പ്യൂട്ടർ സ്മോളറായി മാറി. നെക്സ്റ്റ് 72 to 2010 ഫോർത്ത് ജനറേഷനിൽ എന്തായി മാറി? ദ ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ വാസ് ബേസ്ഡ് ഓൺ യൂസ് മൈക്രോ പ്രോസസ്സേഴ്സ് അല്ലേ. പിന്നീട് എന്തായി മാറി? ENIAC വന്നു, വാക്വം ട്യൂബ്, ട്രാൻസിസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് എന്തായി മാറി? പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി. മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിക്കാൻ തുടങ്ങി. ദ സിംഗിൾ ഇറ്റ്സ് എ ചിപ്പ്, അതൊരു CHIP ഒരു ചിപ്പാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതൊരു ചിപ്പാണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ജനറേഷനിൽ ഉപയോഗിക്കുന്നതാണ് വിത്ത് കമ്പ്യൂട്ടർ ഈസ് ബിഗൺ ടു. ഈ ചിപ്പിന്റെ പേര് പേഴ്സണൽ കമ്പ്യൂട്ടർ ആൻഡ് സിംഗിൾ സിലക്ഷൻ ഓഫ് വിച്ച് കൺസിഡർ ബൈ റെഡ്യൂസ് സൈസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ദ പേഴ്സണൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ്. ഓക്കെ, 81 ആയപ്പോഴേക്കും 72 to 2010 ആണ്. ഇതിൽ എന്തുണ്ട്? 81 ഉണ്ട്. ഈ 81 ആയപ്പോഴേക്കും പേഴ്സണൽ കമ്പ്യൂട്ടർ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു PC പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങുന്ന ജനറേഷൻ എന്താണെന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻ വന്നാലും ഇനിയിപ്പോൾ എസ്സേയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയാൽ ഓരോ പോയിന്റ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. 1972 to 2010 എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? PC
പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ENIAC എന്നുള്ള കമ്പ്യൂട്ടർ മറന്നു പോകരുത്. സെക്കൻഡ് ജനറേഷനിൽ പിന്നെ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ചിപ്പ്, സ്മോൾ ചിപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. ഡാറ്റ കളക്ഷൻസ് ഒക്കെ സ്പീഡ് ആവാൻ തുടങ്ങി. കമ്പ്യൂട്ടറിൻ്റെ വലിപ്പം ചെറുതാവാൻ തുടങ്ങി. ഓരോ ഘട്ടത്തിൽ ഓരോ മാറ്റങ്ങളാണ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ക്ലാസ് ശ്രദ്ധിക്കുന്ന കുട്ടികളാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ദെൻ ഫോർത്ത് ജനറേഷനിൽ 1972 to 2010 നമ്മൾ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത്? പേഴ്സണൽ കമ്പ്യൂട്ടർ. ഓരോരുത്തരും അവനവൻ്റെ ഡാറ്റ കളക്ഷനും അവരെ പേഴ്സണൽ ആവശ്യത്തിനൊക്കെ വീട്ടിലൊക്കെ കൊണ്ടുപോയി ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയത് ഒരു 72 ആണ്. അതായത് 47 നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2010 ആകുന്നത് വരെ ജസ്റ്റ് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് ജനറേഷൻ നമ്മളിവിടെ പറഞ്ഞു. 2010 to 2020 അല്ലേ? നമുക്കറിയാം 2020. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ജനറേഷൻ 2025 ആണ്. അതായത് 2020 ആയപ്പോഴേക്കും നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾ അത്യാവശ്യം നോളജുള്ള കുട്ടികളാണല്ലോ, നിങ്ങൾക്കറിയാലോ കമ്പ്യൂട്ടറൊക്കെ നിങ്ങളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഒരുപക്ഷെ ഈ ഒരു സിലബസിലുള്ളതിനേക്കാളും നോളജ് ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാവും പ്രാക്ടിക്കലി. അപ്പോൾ എന്ത് ചെയ്യാം, 2020 ആയപ്പോഴേക്കും, അതായത് ഈ ഓരോ വർഷത്തിൽ മാറ്റം ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വന്നൊരു വർഷമാണ് 2020 ആയപ്പോഴേക്കും. ടെക്നോളജിയിലൊക്കെ മാറ്റം വന്നു, കമ്പ്യൂട്ടറിൽ പല മാറ്റങ്ങൾ വന്നു. ഇതിൽ പറയുന്നത് ഫിഫ്ത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ബിഗാൻ ടു മേജർ ചേഞ്ചസ് ഇൻ കമ്പ്യൂട്ടർ വേൾഡ് ലൈക്ക് പാരലൽ പ്രോസസ്സിംഗ് ആൻഡ് ഇൻ്റലിജൻറ്റ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഈ ഒരു വേൾഡിൽ, നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മാറ്റം സംഭവിച്ചൊരു കാലഘട്ടമാണ് 2010 to 2020 കാലഘട്ടത്തിൽ. അതിൽ ഇൻ്റലിജൻറ്റ് പ്രോഗ്രാമിംഗ് അല്ലേ, മറ്റൊക്കെ എന്താ പറയുക സ്ലോ പ്രോഗ്രാമിംഗ് ആണ്. നമ്മൾ നേരത്തെ പരാമർശിച്ച പ്രോഗ്രാമിംഗ് സ്ലോ ആയിട്ട് നടന്നത്. നമ്മൾ ഈ ഒരു വർഷമായപ്പോഴേക്ക് എന്താ ഇൻ്റലിജൻറ്റ് പ്രോഗ്രാമായ ആപ്ലിക്കേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ടെക്നോളജീസ് ഈസ് ഗ്രോത്ത് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇഞ്ചർ മെഷീൻസ് ഒക്കെ അൾട്ടിമേറ്റ്ലി ചേഞ്ചായി, പ്രോഗ്രാമിംഗ് സ്പീഡായി, എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ. നെക്സ്റ്റ് ദ എഫിഷ്യൻസി ഓഫ് ഡിറ്റർമിൻ ആൻഡ് മൂവി ലൈക്ക് ടെർമിനൽ സീരീസ് ആൻഡ് ബേസ്ഡ് ഓൺ കാരണം ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, ഫിഫ്ത്ത് ജനറേഷൻ ആൻഡ് റോബോട്ട്സ് ഇറങ്ങാൻ തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണ്. ഇത് നിങ്ങൾ മറന്നു പോയത്. ഈ ഒരു ഫിഫ്ത്ത് ജനറേഷനിലാണ് നമ്മൾ എന്തുപയോഗിക്കാൻ തുടങ്ങിയത്? മിസ് ജസ്റ്റ് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് വെക്കട്ടെ. റോബോട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ഫിഫ്ത്ത് ജനറേഷൻ 2010 to 2020 നമ്മൾ റോബോട്ടിന് ഉപയോഗിക്കാൻ തുടങ്ങിയത് അല്ലേ. അത്രയും ഇലക്ട്രോണിക്കലി നമ്മൾ ഡെവലപ്മെൻറ്റ് വന്നു. ഇലക്ട്രോണിക് മെഷീനിലെ ഉപയോഗിച്ചിട്ടാണ് റോബോട്ടിനെ നിർമ്മിച്ചതും. റോബോട്ട് നമ്മളിങ്ങനെ എന്താ ചെയ്യുക, നമ്മൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് റോബോട്ട്. ഓക്കെ. ഒരു മനുഷ്യൻ്റെ ആഗ്രഹം നിങ്ങൾക്കറിയാലോ. നെക്സ്റ്റ് സിക്സ്ത്താണ് നമ്മൾ പറയുന്നത് 2022 ഓൺവേർഡ്സ്, അതായത് ഇതുവരെ നമുക്ക് ഈ ഒരു 2025 വരെ നമുക്ക് എന്താ സിക്സ് ജനറേഷൻ കമ്പ്യൂട്ടർ ഇസ് ബേസ്ഡ് ഓഫ് നാനോ ടെക്നോളജി. ദിസ് ജനറേഷൻ ഇതിന് പറയുന്നത് നാനോ ടെക്നോളജി ഏജസ് എന്നാണ്. ഇതിലൊരു പേര്, ഇത് മറന്നു പോകരുത്. മിസ്റ്റോട് ജസ്റ്റ് എഴുതി വെക്കാം. നാനോ ടെക്നോളജി വേൾഡ് എന്നാണ് നമ്മുടെ സിക്സ്ത് ജനറേഷൻ അറിയപ്പെടുന്നത്. ആ ഒരു ഇയർ മറന്നു പോയി 2022 ഓൺവേർഡ്സ്. അത് ഇതുവരെയുള്ള ഒരു കാലഘട്ടം നമ്മളിപ്പോൾ കടന്നു പോകുന്ന, ജസ്റ്റ് കറക്റ്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടം നാനോ ടെക്നോളജി എന്ന് പറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടറാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം. ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം, എന്ത് എടുത്താൽ നമുക്ക് ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഡിവൈഡ് ചെയ്യാനും സബ് പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ, various type of computer available nowadays. The function of each type of computer is processed to data and provide some. മിസ് ഇത് കൂടുതൽ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് ക്ലാസിഫിക്കേഷൻ കമ്പ്യൂട്ടർ നമ്മളത് എന്ത് ചെയ്യാം, ഒരു റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 നമ്മുടെ കമ്പ്യൂട്ടറിനെ ഭാഗിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ. ഇതിൽ ഫസ്റ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ് ടെക്നോളജി ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ആൻഡ് കപ്പാസിറ്റി ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് അല്ലേ. കപ്പാസിറ്റിയിലെ ലക്ഷ്യങ്ങൾ, ഒന്ന് കപ്പാസിറ്റി മുഖേന എന്തൊക്കെയാണ് ഘടകങ്ങൾ എക്സ്ട്രാ സബ് പോയിന്റ് ഉള്ളതെന്നും, നെക്സ്റ്റ് അതിൻ്റെ പർപ്പസ് അല്ലേ, അതിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് നോക്കിയിട്ടും, ദെൻ ബേസിസ് ഓഫ് ഡാറ്റ കളക്ഷൻ, എത്രത്തോളം ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 3 ഘടകങ്ങളായിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷനെ ഡിവൈഡ് ചെയ്തത്. ഓക്കെ. ദർ ആർ 3 ക്ലാസിഫിക്കേഷൻ മറന്നുപോയത് 3 തരംതിരിച്ചിരിക്കുന്നു. ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ.